കേരള യൂണിവേഴ്സിറ്റിയുടെ മാത്തമാറ്റിക്സിൻ്റെ കോംപ്ലിമെൻ്ററി പേപ്പറായിട്ടുള്ള കോംപ്ലക്സ് നമ്പേഴ്സിൻ്റെ 4th പാർട്ടാണ് ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ആദ്യം പറയാൻ പോകുന്നത് കോംപ്ലക്സ് ലോഗരിതംസ് ആൻഡ് കോംപ്ലക്സ് പവേഴ്സ് ആണ്. The natural logarithm of a complex number z is defined by w is equal to capital Ln z. ഒരു കോംപ്ലക്സ് നമ്പറിനെ നാച്ചുറൽ ലോഗരിതത്തിനെ റെപ്രസെൻറ്റ് ചെയ്യുന്നത് ln z കൊണ്ടാണ്. L ക്യാപിറ്റൽ ലെറ്റർ ആണ്. അതിന് നമ്മൾ w കൊണ്ട് റെപ്രസെൻറ്റ് ചെയ്യും. സോ w ഈക്വൽ ടു ln z ഈസ് ദ നാച്ചുറൽ ലോഗരിതം ഓഫ് എ കോംപ്ലക്സ് നമ്പർ. അങ്ങനെയാണെങ്കിൽ നമ്മൾ രണ്ട് സൈഡിലും എക്സ്പൊണൻഷ്യൽ എടുക്കുക. സോ ഇ റൈസ് ടു w ഇസ് ഈക്വൽ ടു ഇ റൈസ് ടു ln z. ഇനി എക്സ്പൊണൻഷ്യൽ ഫംഗ്ഷനും ലോഗരിതമിക് ഫംഗ്ഷനും ഇൻവേഴ്സ് ഫംഗ്ഷൻസ് ആണ്. അതായത് നമ്മൾ അഡിഷനും സബ്ട്രാക്ഷനും അല്ലെങ്കിൽ ഡിഫറൻസിയേഷനും ഇൻ്റഗ്രേഷനും എന്നൊക്കെ പറയുന്നത് പോലെ എക്സ്പൊണൻഷ്യൽ ഫംഗ്ഷനും ലോഗരിതമിക് ഫംഗ്ഷനും ഇൻവേഴ്സ് ഫംഗ്ഷൻസ് ആണ്. അതുകൊണ്ട് ഇ റൈസ് ടു ലോഗ് വരുമ്പോൾ അത് രണ്ടും കൂടെ പോയിട്ട് നമുക്ക് ഇസഡ് എന്ന് കിട്ടും. സോ ഇസഡ് ഇസ് ഈക്വൽ ടു ഇ റൈസ് ടു ഡബ്ല്യു. അപ്പോൾ നമുക്ക് നാച്ചുറൽ ലോഗരിതം ഡബ്ല്യു ഇസ് ഈക്വൽ ടു ലോഗ് ഇസഡ് ആണെങ്കിൽ ആ ഇസഡ് ഈക്വൽ ടു നമുക്ക് എന്തെന്ന് പറയാം, ഇ റൈസ് ടു ഡബ്ല്യു എന്ന് പറയാം. ലെറ്റ് z1 ആൻഡ് z2 ബി ടു കോംപ്ലക്സ് നമ്പേഴ്സ്. അങ്ങനെയാണെങ്കിൽ അവയുടെ നാച്ചുറൽ ലോഗരിതം എന്തായിരിക്കും? നമ്മൾ പറഞ്ഞു w ഈക്വൽ ടു ln z ആണ് നമ്മൾ നാച്ചുറൽ ലോഗരിതമായിട്ട് റെപ്രസെൻറ്റ് ചെയ്തത്. എങ്കിൽ w1 ഇസ് ഈക്വൽ ടു ln z1 ആൻഡ് w2 ഇസ് ഈക്വൽ ടു ln z2 ബി ദെയർ നാച്ചുറൽ ലോഗരിതം. w ഈക്വൽ ടു ലോഗ് z ആണെങ്കിൽ നമ്മൾ z ഈക്വൽ ടു ഇ റൈസ് ടു w എന്ന് എഴുതും. എങ്കിൽ w1 ഈക്വൽ ടു ലോഗ് z1 ആണെങ്കിൽ z1 ഈക്വൽ ടു ഇ റൈസ് ടു w1. അതേപോലെ z2 ഇസ് ഈക്വൽ ടു ഇ റൈസ് ടു w2 എന്ന് കിട്ടും. അങ്ങനെയാണെങ്കിൽ എന്താ z1 z2? ദെൻ z1 z2 ഇസ് ഈക്വൽ ടു ഇ റൈസ് ടു w1 ഇൻറ്റു ഇ റൈസ് ടു w2. ഇ റൈസ് ടു w1 ഇൻറ്റു w2 നമുക്കറിയാം വിച്ച് ഇസ് ഈക്വൽ ടു ഇ റൈസ് ടു w1 പ്ലസ് w2 ആണ്. രണ്ട് സൈഡിലും വീണ്ടും ലോഗരിതം എടുത്താൽ എന്ത് കിട്ടും? നൗ ലോഗ് z1 z2 ഇസ് ഈക്വൽ ടു, ഇവിടെ എടുക്കുമ്പോൾ ലോഗും ഇയും കൂടെ ക്യാൻസലായി പോയിട്ട് നമുക്ക് എന്തെന്ന് കിട്ടും? w1 പ്ലസ് w2 എന്ന് കിട്ടും. ദാറ്റ് ഈസ് ലോഗ് z1 z2 ഇസ് ഈക്വൽ ടു, എന്താ w1 എന്ന് പറഞ്ഞാൽ w1 ലോഗ് z1 ആണ്, w2 ലോഗ് z2 ആണ്. ദാറ്റ് ഈസ് ലോഗ് z1 z2 ഇസ് ഈക്വൽ ടു ലോഗ് z1 പ്ലസ് ലോഗ് z2. ഇപ്പോൾ z1 z2 കോംപ്ലക്സ് നമ്പേഴ്സ് ആണ് എങ്കിലും ലോഗ് z1 z2 എന്ന് പറഞ്ഞാൽ എന്ത് തന്നെയാണ്? ലോഗ് z1 പ്ലസ് ലോഗ് z2 തന്നെയാണ്. മറ്റൊരു റിസൾട്ടാണ് ദ ആർഗ്യുമെൻറ്റ് ഓഫ് എ കോംപ്ലക്സ് നമ്പർ ഈസ് മൾട്ടി വാല്യൂഡ്. ഒരു കോംപ്ലക്സ് നമ്പറിൻ്റെ ആർഗ്യുമെൻറ്റ് മൾട്ടി വാല്യൂഡ് ആണ്. എന്താ മൾട്ടി വാല്യൂഡ് എന്ന് പറഞ്ഞാൽ ഒന്നിൽ കൂടുതൽ വാല്യൂസ് ഉണ്ട്. അതെന്താ അങ്ങനെ പറയാൻ കാരണം? ഞാനിപ്പോൾ ഒരു കോംപ്ലക്സ് നമ്പർ എടുക്കുവാണ്. ഇതാണ് ഇസഡ് എന്ന് പറഞ്ഞ ഒരു കോംപ്ലക്സ് നമ്പർ എന്ന് വിചാരിക്കുക. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഈ ഒരു ഡിസ്റ്റൻസിനെയാണ് നമ്മൾ അതിൻ്റെ മോഡുലസ് ആയിട്ടുള്ള r കൊണ്ട് റെപ്രസെൻറ്റ് ചെയ്യുന്നത്. അതേപോലെ ഈ ഒരു ആംഗിളാണ് തീറ്റ അല്ലെങ്കിൽ ആർഗ്യുമെൻറ്റ് ഓഫ് ഇസഡ് എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ നമുക്ക് കിട്ടി ആർഗ്യുമെൻറ്റ് ഓഫ് ഇസഡ് ഇസ് ഈക്വൽ ടു എന്താണ്? തീറ്റയാണ്. പക്ഷേ നോക്കി, ഇപ്പോൾ ഈ ഒരു ആംഗിൾ ഈ ഒരു ലൈനിൽ വരുമ്പം ഇവിടെ നിന്ന് ഇവിടം വരെയുള്ള അകലത്തെയാണ് നമ്മൾ തീറ്റ കൊണ്ട് റെപ്രസെൻറ്റ് ചെയ്യുന്നത്. ഇതൊരു റൊട്ടേഷൻ കംപ്ലീറ്റ് ചെയ്താൽ എന്താ സംഭവിക്കുന്നത്? അതായത് ഒരു സർക്കിൾ ഫുൾ റൊട്ടേഷൻ കംപ്ലീറ്റ് ചെയ്താൽ അത് 2π ആവും. അപ്പം ഒറിജിനിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യുന്നത് എവിടെ തന്നെ വരും? ഒറിജിനിൽ തന്നെ വരും. എന്നിട്ടൊരു തീറ്റയും കൂടെ മൂവ് ചെയ്താലാ വീണ്ടും അതേ ലൈനിൽ തന്നെയല്ലേ ടച്ച് ചെയ്യുന്നത്? എന്ന് പറഞ്ഞാൽ തീറ്റയും അതിൻ്റെ ആർഗ്യുമെൻറ്റ് ഓഫ് ഇസഡ് ആണ്. തീറ്റ പ്ലസ് 2π എടുത്താലും സെയിം ആർഗ്യുമെൻറ്റ് കിട്ടുന്നുണ്ട്. അതേപോലെ ഒരു റൊട്ടേഷനൂടെ കംപ്ലീറ്റ് ചെയ്താൽ എന്ത് കിട്ടും? തീറ്റ പ്ലസ് 4π കിട്ടും. എന്ന് പറഞ്ഞാൽ മീനിങ് എന്ത് പറയാൻ പറ്റും? ഒരു കോംപ്ലക്സ് നമ്പറിന് ഒരു ആർഗ്യുമെൻ്റ് അല്ല, തീറ്റ ഒരു ആർഗ്യുമെൻ്റ് ആണെങ്കിൽ അതേപോലെ തന്നെ തീറ്റ പ്ലസ് 2nπ 2n മൾട്ടിപ്പിൾസ് എല്ലാം എടുത്തു കഴിഞ്ഞാലും അതെല്ലാം എന്തായിരിക്കും? ആർഗ്യുമെൻ്റ് ആയിരിക്കും. അതുകൊണ്ടാണ് നമ്മൾ പറയുന്നത് ആർഗ്യുമെൻറ്റ് ഓഫ് എ കോംപ്ലക്സ് നമ്പർ ഈസ് മൾട്ടി വാല്യൂഡ്. അതിന് നമുക്ക് ഇങ്ങനെ റെപ്രസെൻറ്റ് ചെയ്യാം, ആർഗ്യുമെൻറ്റ് ഓഫ് ഇസഡ് ഇസ് ഈക്വൽ ടു തീറ്റ പ്ലസ് 2nπ ആയിരിക്കും. അപ്പം ഒരു വാല്യൂ അല്ല വരുന്നത്, ഒന്നിൽ കൂടുതൽ വാല്യൂസ് ഉണ്ട്. ഇനി നമുക്കറിയാം ഒരു കോംപ്ലക്സ് നമ്പറിനെ നമുക്ക് പോളാർ ഫോമിൽ എങ്ങനെ റെപ്രസെൻറ്റ് ചെയ്യാം? ഇൻ പോളാർ ഫോം ഇസഡ് ഇസ് ഈക്വൽ ടു z is equal to r e raised to I തീറ്റയിലെ റെപ്രസെൻറ്റേഷൻ z equal to r e raised to I തീറ്റ ആണെങ്കിൽ നമ്മൾ പറഞ്ഞു തീറ്റ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സിംഗിൾ വാല്യൂഡ് അല്ല, മൾട്ടി വാല്യൂഡ് ആണ്. അപ്പോൾ നമുക്ക് കുറച്ചും കൂടെ സ്പെസിഫിക് ആയിട്ട് എങ്ങനെ എഴുതാം? z is equal to r e raised to I തീറ്റ എന്നുള്ളതിനെ മാറ്റിയിട്ട് r e raised to I തീറ്റ പ്ലസ് 2nπ എന്ന് എഴുതാം. സോ z equal to r e raised to I തീറ്റ പ്ലസ് 2nπ. അങ്ങനെയാണെങ്കിൽ എന്താ ലോഗ് z? സോ ലോഗ് z ഇസ് ഈക്വൽ ടു, ഈ ഫുള്ളായിട്ട് ലോഗ് എടുക്കണം. നമ്മൾ തൊട്ട് മുമ്പ് പറഞ്ഞു ലോഗ് z1 z2 എന്ന് പറഞ്ഞാൽ ലോഗ് z1 പ്ലസ് ലോഗ് z2 ആണ്. അതുകൊണ്ട് നമുക്ക് ഇതിനെങ്ങനെ എഴുതിക്കൂടെ? ലോഗ് r പ്ലസ് ലോഗ് ഇ റൈസ് ടു I തീറ്റ പ്ലസ് 2nπ എന്ന് എഴുതാം.
വിച്ച് ഇസ് ഈക്വൽ ടു ആർ എന്ത് നമ്പറാണ്? ആർ ഒരു റിയൽ നമ്പറാണ്, അതിൻ്റെ മോഡുലസ് വാല്യൂ ആണ്. അതുകൊണ്ട് റിയൽ നമ്പറിൻ്റെ നാച്ചുറൽ ലോഗരിതം നമ്മൾ സ്മോൾ LNR കൊണ്ടാണ് റെപ്രസെൻറ്റ് ചെയ്യുന്നത്. സോ ക്യാപിറ്റൽ LNR മാറ്റിയിട്ട് എന്തെന്ന് എഴുതാം? സ്മോൾ LNR എന്ന് എഴുതാം. റീസൺ ഇതാണ്, ആർ ഒരു റിയൽ നമ്പറാണ്. പ്ലസ് ഇവിടെ ലോഗും ഇയും കൂടെ ക്യാൻസലായി പോയിട്ട് നമുക്ക് എന്ത് എഴുതാം? I ഇൻറ്റു തീറ്റ പ്ലസ് 2nπ എന്ന് എഴുതാം. ദാറ്റ് ഈസ് ലോഗ് z ഇസ് ഈക്വൽ ടു ലോഗ് r പ്ലസ് I ഇൻറ്റു തീറ്റ പ്ലസ് 2nπ ആണല്ലോ. എന്ന് പറഞ്ഞാൽ ഇൻറ്റിജേഴ്സ് ആണ്. ഇതാണ് എന്തെന്ന് പറയുന്നത്? ഇസഡിൻ്റെ നാച്ചുറൽ ലോഗരിതം. അപ്പോൾ അവിടെ എന്ത് കിട്ടുന്നുണ്ട്? നാച്ചുറൽ ലോഗരിതം ഓഫ് എ കോംപ്ലക്സ് നമ്പർ ഈസ് മൾട്ടി വാല്യൂഡ് ആണ്. കാരണം n മാറുന്നതനുസരിച്ചിട്ട് നമുക്ക് എന്ത് കിട്ടുന്നുണ്ട്? ഓരോരോ ലോഗ് സെഡിന് വാല്യൂ കിട്ടുന്നുണ്ട്. അപ്പോൾ നമ്മൾ ഇങ്ങനെ പറയും, അപ്പോൾ ഒരു ലോഗ് സെഡ് മൾട്ടി വാല്യൂഡ് ഫംഗ്ഷനാണ്, അതായത് ലോഗരിതം മൾട്ടി വാല്യൂഡ് ആണ്. പക്ഷേ നമുക്കതിനെ സിംഗിൾ വാല്യൂഡ് ആക്കി മാറ്റാൻ പറ്റും. അതിന് നമ്മൾ പറയും പ്രിൻസിപ്പൽ വാല്യൂ ഓഫ് ലോഗ് സെഡ് എന്ന് പറയും. ദ പ്രിൻസിപ്പൽ വാല്യൂ ഓഫ് ലോഗ് സെഡ് അതെന്ന് പറഞ്ഞാൽ ഒരൊറ്റ വാല്യൂ കാണുള്ളൂ. അതിനെ നമ്മൾ റെപ്രസെൻറ്റ് ചെയ്യുന്നത് സ്മോൾ ln ഓഫ് ഇസഡ് കൊണ്ടാണ്. ദ പ്രിൻസിപ്പൽ വാല്യൂ ഓഫ് ക്യാപിറ്റൽ ln ഇസഡ് ഈസ് സ്മോൾ ln ഇസഡ് ആണല്ലോ. വിച്ച് ഇസ് ഈക്വൽ ടു ലോഗ് ആർ പ്ലസ് ഐ തീറ്റ എന്ന് എഴുതാം. അതായത് ഒരൊറ്റ വാല്യൂ ഉള്ളൂ, ലോഗ് ആർ പ്ലസ് ഐ തീറ്റയാണ്. ഈ തീറ്റയുടെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ആ തീറ്റ -πയ്ക്കും പൈക്കും ഇടയിലായിരിക്കും. ഏതെങ്കിലും ഒരു സ്ഥലത്ത് ഈക്വൽ സൈൻ കൊടുക്കാം. -πയ്ക്കും പൈക്കും ഇടയിൽ, -πയ്ക്കും പൈക്കും ഇടയിൽ ഒരൊറ്റ തീറ്റ മാത്രമേ കാണത്തുള്ളൂ. ബാക്കിയെല്ലാം 2π റൊട്ടേഷനകത്ത് കിട്ടുന്നതാണ്. അതുകൊണ്ട് ഒരൊറ്റ സിംഗിൾ വാല്യൂഡ് ആയിട്ട് നമുക്ക് പ്രിൻസിപ്പൽ വാല്യൂ ഓഫ് ലോഗ് സെഡിനെ റെപ്രസെൻറ്റ് ചെയ്യാം. അതായത് നാച്ചുറൽ ലോഗരിതം എന്ന് പറയുന്നത് ഒരു കോംപ്ലക്സ് നമ്പറിൻ്റെ നാച്ചുറൽ ലോഗരിതം മൾട്ടി വാല്യൂഡ് ആണ്. പക്ഷേ നമുക്കതിനെ സിംഗിൾ വാല്യൂഡ് ആക്കാം. സിംഗിൾ വാല്യൂഡ് ആക്കാൻ വേണ്ടിയിട്ട് തീറ്റയുടെ റേഞ്ച് -πയ്ക്കും പൈക്കും ഇടയിൽ കൊടുത്താൽ മതി. അപ്പോൾ ആ ലോഗ് സെഡിന് നമ്മൾ പറയുന്ന പേരാണ് പ്രിൻസിപ്പൽ വാല്യൂ ഓഫ് ലോഗ് സെഡ് എന്ന് പറയും. സ്മോൾ ln ഓഫ് ഇസഡ് കൊണ്ട് റെപ്രസെൻറ്റ് ചെയ്യും. നെക്സ്റ്റ് പ്രോബ്ലം, ഇവാലുവേറ്റ് ലോഗ് മൈനസ് ഐ. ലോഗ് മൈനസ് ഐ കാൽക്കുലേറ്റ് ചെയ്യാനായിട്ട് ആദ്യം നമ്മൾ ചെയ്യേണ്ടത് മൈനസ് ഐ അതിൻ്റെ പോളാർ ഫോമിൽ റെപ്രസെൻറ്റ് ചെയ്യണം. പോളാർ ഫോമിൽ റെപ്രസെൻറ്റ് ചെയ്യുമ്പോൾ ഒരു കോംപ്ലക്സ് നമ്പറിൻ്റെ പോളാർ ഫോം എന്ന് പറഞ്ഞാൽ ഇസഡ് ഇസ് ഈക്വൽ ടു ആർ ഇൻറ്റു ഇ റൈസ് ടു ഐ, നമ്മൾ തൊട്ട് മുന്നേ പറഞ്ഞു തീറ്റ പ്ലസ് 2nπ ആണ്. അതായത് തന്നിരിക്കുന്ന ഫംഗ്ഷൻ തീറ്റ എന്ന് പറയുന്നത് മൾട്ടി വാല്യൂഡ് ആണ്. അപ്പോൾ നമുക്ക് ഇങ്ങനെ ഇസഡ് ഇസ് ഈക്വൽ ടു ആർ ഇ റൈസ് ടു ഐ തീറ്റ പ്ലസ് 2nπ എന്ന് എഴുതാം. അതായത് മൈനസ് ഐ ഇസ് ഈക്വൽ ടു, ഇനി മൈനസ് ഐയെ റെപ്രസെൻറ്റ് ചെയ്യണമെങ്കിൽ മൈനസ് ഐയുടെ ആറും തീറ്റയും എന്താണെന്ന് അറിയണം. അത് നമ്മൾ എങ്ങനെ കണ്ടുപിടിക്കും? മൈനസ് ഐയും നമുക്ക് വേണമെങ്കിൽ നമുക്ക് 0 - i എന്ന് എഴുതാം. എന്ന് പറഞ്ഞാൽ മീനിങ് എന്താ? എക്സിൻ്റെ വാല്യൂ 0 ആണ്, വൈയുടെ വാല്യൂ -1 ആണ്. അതായത് കറസ്പോണ്ടിങ് പോയിന്റ് എന്ന് പറഞ്ഞാൽ 0 - 1 ആണ്. അങ്ങനെയാണെങ്കിൽ എന്താ തീറ്റ കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ? തീറ്റ കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ ടാൻ ഇൻവേഴ്സ് y/x ആണ്. അതേപോലെ ആറ് കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ √(x² + y² ആണ്. ആ രീതിയിൽ നമുക്ക് ആറും തീറ്റയും കാൽക്കുലേറ്റ് ചെയ്യാം. അങ്ങനെ അല്ല എന്നുണ്ടെങ്കിൽ നമ്മൾ ഫിഗർ വരച്ച് ചെയ്താലും മതി. ഫിഗർ വരച്ച് കഴിഞ്ഞാൽ 0 - 1 എന്ന് പറയുന്ന പോയിന്റ് ഇവിടെ വരും. 0 - 1 ഇതാണ് നമ്മുടെ -i എന്ന് പറയുന്ന കോംപ്ലക്സ് നമ്പർ. അപ്പോൾ നമുക്ക് ഒറിജിനിൽ നിന്ന് ഈ പോയിന്റിലേക്ക് വരച്ചാൽ ഇതാണ് ഇതിൻ്റെ റെപ്രസെൻറ്റേഷൻ. അങ്ങനെയാണെങ്കിൽ ഈ ലെങ്ത് എത്രയാ? ഈ ലെങ്ത് പറഞ്ഞാൽ 1 യൂണിറ്റ് അകലെയാണ്. അതുകൊണ്ട് r = 1 എന്ന് കിട്ടും. നമ്മൾ പോസിറ്റീവ് വാല്യൂ ആണ് എടുക്കുന്നത്. തീറ്റ എന്ന് പറഞ്ഞാൽ ഏതാണ്? ഒന്നുകിൽ ഇവിടെ നിന്ന് ഇവിടം വരെയുള്ള ഈ വാല്യൂ ആണ് തീറ്റ എന്ന് പറയുന്നത്. ദാറ്റ് ഈസ് തീറ്റ ഈസ് ഈക്വൽ ടു, ഇത് π/2 ആണ്, ഇത് 2π/2 ആണ്, ഇത് 3π/2 ആണ്. സോ തീറ്റ ഈസ് ഈക്വൽ ടു 3π/2 എന്ന് കിട്ടും. ഇനി 3π/2 എന്ന് പറഞ്ഞാൽ എത്രയാണ്? ഇവിടെ നിന്ന് റിവേഴ്സ് ഓർഡറിലാണ് എടുക്കുന്നതെങ്കിൽ നമുക്ക് ഇതിനെ -π/2 എന്ന് പറയാം. ദാറ്റ് ഈസ് തീറ്റ ഈക്വൽ ടു 3π/2 ഓർ -π/2. അപ്പോൾ ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ എന്ത് കിട്ടും? -i ഈസ് ഈക്വൽ ടു 1 ഇൻറ്റു ഇ റൈസ് ടു ഐ -π/2 + 2nπ എന്ന് കിട്ടും. That is equal to, that is -i is equal to e raised to I into -π/2 + 2nπ, n element of z, n integers ആണ്. അങ്ങനെയാണെങ്കിൽ നമുക്ക് കണ്ടുപിടിക്കാനുള്ളത് log -i അല്ലേ. സോ log -y is equal to, ഇതിന് ലോഗ് എടുക്കണം. ഇതിനെങ്ങനെ ലോഗ് എടുക്കുന്നത്? ലോഗും ഇ റൈസ് ടു കൂടെ എടുക്കുമ്പോൾ അതങ്ങ് പോയിട്ട് ബാക്കി കിട്ടുന്നത് i into -π/2 + 2nπ എന്ന് കിട്ടും, n element of z. അപ്പോൾ ഇതെന്ന് പറഞ്ഞാൽ ഒരു മൾട്ടി വാല്യൂഡ് ഫംഗ്ഷനാണ്. എന്നിന് ഓരോ വാല്യൂസ് കൊടുക്കുന്നതനുസരിച്ച് ഓരോ വാല്യൂസ് കിട്ടും. 0 കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് -i π/2 എന്ന് കിട്ടും. ഈ ടേം 0 ആയി പോവും. 1 കൊടുത്താലോ -π/2 + 2π എന്ന് വരും. ദാറ്റ് ഈസ് i into 3π/2 എന്ന് കിട്ടും. അത് 2 കൊടുത്താലോ -π/2 + 4π എന്ന് വരും. അതായത് 7π/2 എന്ന് കിട്ടും, എക്സെട്ര. ഇതാണ് log -iയുടെ വാല്യൂ. ഇപ്പോൾ log -i ഒരു മൾട്ടി വാല്യൂഡ് ഫംഗ്ഷനാണ്. ഇത് നമ്മൾ എന്ത് ചെയ്യണം? നമ്മൾ പഠിച്ചിട്ടുണ്ട്, ഇതിനകത്ത് നിന്ന് ഒരൊറ്റ വാല്യൂ പറഞ്ഞു കഴിഞ്ഞാൽ അത് പ്രിൻസിപ്പൽ വാല്യൂ അല്ലേ. അപ്പോൾ log -iക്ക് ഒരു പ്രിൻസിപ്പൽ വാല്യൂ ഉണ്ട്. ഇതിൽ ഏതായിരിക്കും പ്രിൻസിപ്പൽ വാല്യൂ എന്ന് പറയുന്നത്?
നമ്മൾ പറഞ്ഞു പ്രിൻസിപ്പൽ വാല്യൂ എന്ന് പറയുമ്പം തീറ്റ വരേണ്ട -π-ക്കും π-ക്കും ഇടയിൽ വരുന്ന തീറ്റയാണ് നമ്മൾ പ്രിൻസിപ്പൽ വാല്യൂ ആയിട്ട് എടുക്കുന്നത്. അപ്പോൾ ഇവിടെ -π-ക്കും π-ക്കും ഇടയിലുള്ള ഏത് വാല്യൂ ആണ് ഉള്ളത്? π/2 എന്ന് പറയുന്ന വാല്യൂ, -π/2 എന്ന് പറയുന്ന വാല്യൂ അല്ലേ ഉള്ളത്. അതുകൊണ്ട് -i/π/2 ആണ് ഇതിൻ്റെ പ്രിൻസിപ്പൽ വാല്യൂ. സോ ദ പ്രിൻസിപ്പൽ വാല്യൂ ഓഫ് log -i ഈസ് small ln -i which is equal to -i/π/2. ഇതാണ് ഇതിൻ്റെ പ്രിൻസിപ്പൽ വാല്യൂ. അടുത്ത പറയുന്നത് ഇസഡും ടിയും രണ്ട് കോംപ്ലക്സ് നമ്പേഴ്സ് ആണ്. അങ്ങനെയാണെങ്കിൽ ടിയുടെ ഇസഡ് പവറിനെ നമ്മൾ ഡിഫൈൻ ചെയ്യുന്നത് t⁻z എന്നാണ്. ആ t⁻z is equal to e⁻z log t ആയിരിക്കും. t⁻z is equal to e⁻z log t. അങ്ങനെ നമുക്ക് ഏതൊരു കോംപ്ലക്സ് നമ്പറിൻ്റെ പവർ തന്നാലും ഈ ഇക്വേഷൻ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് ചെയ്യാൻ പറ്റും. ഇനി അപ്പോൾ t⁻z ഈക്വൽ ടു e⁻z log t ആണ്. log t എന്ത് ഫംഗ്ഷനാണ്? log t നമ്മൾ നേരത്തെ പറഞ്ഞു മൾട്ടി വാല്യൂഡ് ഫംഗ്ഷനാണ്. അതുകൊണ്ട് t⁻z മൾട്ടി വാല്യൂഡ് ഫംഗ്ഷൻ ആയിരിക്കും. അതായത് പവർ എടുക്കുമ്പോൾ ഒന്നിൽ കൂടുതൽ വാല്യൂസ് കാണും. ഇനി ഇതെങ്ങനെ ഈ ഫോമിൽ വരുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് കണ്ടുപിടിക്കേണ്ടത് t⁻z അല്ലേ. നമുക്ക് അതിനെ y എന്നങ്ങ് എടുക്കാം. y is equal to t⁻z. ഇപ്പോൾ y ഈക്വൽ ടു t⁻z എന്നെടുത്തു. ഞാൻ രണ്ട് സൈഡിൽ ലോഗ് എടുക്കുവാണ്. സോ log y is equal to എങ്ങനെ വരും? log t⁻z എന്ന് വരും. ആണല്ലോ. ഇനി log t⁻z എന്താ നമ്മൾ പഠിച്ചിട്ടുണ്ട്? log t⁻z എന്ന് പറഞ്ഞാൽ z log t ആണ്. സോ log y is equal to z log t എന്ന് കിട്ടും. ഇനി അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഇനി രണ്ട് സൈഡിലും എക്സ്പൊണൻഷ്യൽ എടുത്തു കഴിഞ്ഞാൽ എന്ത് കിട്ടും? y is equal to ഇവിടെ എക്സ്പൊണൻഷ്യൽ എടുക്കുമ്പോഴത്തേനും ലോഗും എക്സ്പൊണൻഷ്യലൂടെ പോവും. അപ്പോൾ ഇവിടെ എന്ത് കിട്ടും? e⁻z log t എന്ന് കിട്ടും. ആണല്ലോ. ഈ y എന്ന് പറഞ്ഞാൽ നമ്മൾ ആർക്കാ y എന്ന് കൊടുത്തേക്കുന്നത്? t⁻z-നല്ലേ. ദാറ്റ് ഈസ് t⁻z is equal to e⁻z log t. ഇങ്ങനെയാണ് ഇതിൻ്റെ പ്രൂഫ് വരുന്നത്. ഈ ഒരു റിസൾട്ട് മാത്രം പഠിച്ചു വെച്ചേക്കുക. t⁻z is equal to e⁻z log t. ഇങ്ങനെ നമുക്ക് ഏതൊരു കോംപ്ലക്സ് നമ്പറിൻ്റെ പവർ വന്നാലും നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റും. നെക്സ്റ്റ് പ്രോബ്ലം, സിംപ്ലിഫൈ ദ എക്സ്പ്രഷൻ z is equal to i⁻²-2i. i⁻²-2iയെ നമ്മൾ സിംപ്ലിഫൈ ചെയ്യണം. ഇപ്പോൾ തന്നിരിക്കുന്നത് z is equal to i⁻²-2i. എന്തായാലും പവറല്ലേ തന്നേക്കുന്നത്. നമുക്ക് ലോഗരിതം എടുക്കാം രണ്ട് സൈഡിലും. ടേക്കിംഗ് ലോഗരിതം ഓൺ ബോത്ത് സൈഡ്സ്. log z is equal to ഇവിടെ ലോഗരിതം എടുക്കുമ്പോൾ എന്ത് വരും? log i⁻²-2i എന്ന് വരും. ദാറ്റ് ഈസ് log z is equal to ലോഗ് എടുക്കുമ്പോൾ പവറിൽ വരുന്നത് ഫ്രണ്ടിൽ വരുമല്ലോ. ദാറ്റ് ഈസ് -2i log i എന്ന് കിട്ടും. അപ്പോൾ log z is equal to -2i log i ആണ്. അങ്ങനെയാണെങ്കിൽ z എന്താ? സോ z is equal to e⁻²-2i log i ആണ്. അപ്പോൾ നമുക്ക് z എന്ന് പറഞ്ഞാൽ i⁻²-2i ആയിരുന്നു. നമ്മൾ രണ്ട് സൈഡിലും ലോഗരിതം എടുത്തു. ലോഗരിതം എടുത്തതിന് ശേഷം വീണ്ടും എക്സ്പൊണൻഷ്യൽ എടുത്തു. അപ്പോൾ z is equal to e⁻²-2i log i. ഇക്വേഷൻ നമ്പർ 1. ഇനി നമ്മൾ log i കാൽക്കുലേറ്റ് ചെയ്ത് ഈ ഇക്വേഷനകത്ത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുത്താൽ മതി. ഇനി log i എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യുന്നത്? തൊട്ട് മുമ്പേ നമ്മൾ log -i കാൽക്കുലേറ്റ് ചെയ്തതുപോലെ log i കാൽക്കുലേറ്റ് ചെയ്യണം. log i കാൽക്കുലേറ്റ് ചെയ്യാൻ വേണ്ടി അതിൻ്റെ പോളാർ ഫോം എഴുതണം. ഐയുടെ പോളാർ ഫോം എന്ന് പറഞ്ഞാൽ i is equal to r⁻i into θ + 2nπ ആണ്. തീറ്റയും ആറും കാൽക്കുലേറ്റ് ചെയ്യണം. ഒന്നുകിൽ ഫിഗർ വരയ്ക്കുക അല്ലെങ്കിൽ ഇക്വേഷൻ കൊടുക്കുക. i എന്ന് പറഞ്ഞാൽ പോയിന്റ് ഏതാണ്? i എന്ന് പറഞ്ഞാൽ നമുക്ക് 0 + i എന്ന് എഴുതാം. i is equal to 0 + i ആണ്. അപ്പോൾ കറസ്പോണ്ടിങ് പോയിന്റ് ഏതാണ്? 0, 1 ആണ്. അപ്പോൾ ഈ ഒരു പോയിന്റ് 0, 1 ആണ് നമ്മുടെ i എന്ന് പറയുന്ന പോയിന്റ്. അപ്പോൾ ഈ ഒരു പോയിന്റ് വരും. ഇവിടെയും മോഡുലസ് എത്ര തന്നെയാണ്? 1 ആണ്. സോ r is equal to 1 എന്ന് കിട്ടും. തീറ്റ എത്രയാ? തീറ്റ എന്ന് പറഞ്ഞാൽ ഈ ഒരു ആംഗിൾ ആണ്. ആംഗിൾ എത്രയാണ്? π/2 ആണ്. സോ തീറ്റ is equal to π/2. ഇതിൽ കൊണ്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ എന്ത് കിട്ടും? 1 into e⁻i into π/2 + 2nπ കിട്ടും. ദാറ്റ് ഈസ് അപ്പോൾ ഐയുടെ വാല്യൂ കിട്ടി. അങ്ങനെയാണെങ്കിൽ log i എന്താ? സോ log i is equal to ലോഗ് എടുക്കുമ്പോൾ ലോഗും ഇയും കൂടെ പോയിട്ട് ബാക്കി എന്ത് കിട്ടും? i into π/2 + 2nπ എന്ന് കിട്ടും. ഇതാണ് log iയുടെ വാല്യൂ. ഇനി നമ്മൾ എന്ത് ചെയ്ത് കൊടുത്താൽ മതി? log i കിട്ടിക്കഴിഞ്ഞാൽ ഇക്വേഷൻ നമ്പർ 1 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുത്താൽ പോരെ. ദെർഫോർ ഇക്വേഷൻ നമ്പർ 1 becomes 1 എന്തായിട്ട് മാറും? z is equal to e⁻²-2i log i. log iക്ക് വരെ എന്തിട്ട് കൊടുക്കും? i into π/2 + 2nπ എന്ന് കൊടുക്കും. which is equal to ഈ iയും കൂടെ ചേർന്ന് i² - 1 ആവും. അങ്ങനെ ഇത് 2 into π/2 + 2nπ എന്ന് കിട്ടും. 2 കൊണ്ട് ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ ആൻസർ എന്തെന്ന് കിട്ടും? ഇസ് ഈക്വൽ ടു e⁻π + 4nπ എന്ന് കിട്ടും. n എലമെന്റ് ഓഫ് z. ഇതാണ് zന്റെ സിംപ്ലിഫൈഡ് ഫോം.
അടുത്ത സെക്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആപ്ലിക്കേഷൻസ് ടു ഡിഫറൻസിയേഷൻ ആൻഡ് ഇൻ്റഗ്രേഷൻ ആണ്. അതായത് കോംപ്ലക്സ് എക്സ്പോണൻസ് യൂസ് ചെയ്തുകൊണ്ട് നമുക്ക് എങ്ങനെ ഫംഗ്ഷൻസിനെ ഡിഫറൻഷിയേറ്റ് ചെയ്യാനും ഇൻ്റഗ്രേറ്റ് ചെയ്യാൻ പറ്റുമെന്നാണ് ഒരു പ്രോബ്ലം. ഫൈൻഡ് ദ ഡെറിവേറ്റീവ് വിത്ത് റെസ്പെക്ട് ടു എക്സ് ഓഫ് ഇ റൈസ് ടു 3x cos 4x. അപ്പോൾ നമ്മുടെ ഫംഗ്ഷൻ എന്ന് പറഞ്ഞാൽ z is equal to e raised to 3x into cos 4x ആണ്. നമുക്ക് കാണുമ്പോഴേ അറിയാം ഈ ഫംഗ്ഷൻ ഡിഫറൻഷിയേറ്റ് ചെയ്യാൻ പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് പ്രോഡക്റ്റ് റൂൾ അപ്ലൈ ചെയ്താൽ വളരെ എളുപ്പത്തിൽ ചെയ്യാൻ പറ്റും. പക്ഷേ ഇവിടെ നമ്മൾ ചെയ്യേണ്ടത് കോംപ്ലക്സ് എക്സ്പോണൻസ് യൂസ് ചെയ്തുകൊണ്ടാണ്. അപ്പോൾ എക്സാമിന് ഒന്നുകിൽ ചോദിച്ചിട്ട് പറയും ബൈ ഡയറക്റ്റ് മെത്തേഡ് ബൈ യൂസിങ് കോംപ്ലക്സ് എക്സ്പോണൻസ് എന്ന് ചോദിക്കും. അല്ലെങ്കിൽ ഈ ക്വസ്റ്റ്യൻ ഇതേ കണക്ക് ചോദിക്കും. 4 മാർക്കിനോ എസ് എ പാർട്ടിനോ ചോദിച്ചു കഴിഞ്ഞാൽ കോംപ്ലക്സ് എക്സ്പോണൻസ് യൂസ് ചെയ്ത് തന്നെ ഈ പ്രോബ്ലം ചെയ്യണം. അപ്പോൾ നമുക്ക് ആദ്യം ഡയറക്റ്റ് മെത്തേഡ് എന്താണെന്ന് നോക്കിയിട്ട് കോംപ്ലക്സ് എക്സ്പോണൻസ് നോക്കാം. ആദ്യം ഫസ്റ്റ് ബൈ യൂസിങ് ഡയറക്റ്റ് മെത്തേഡ്. എന്താ ഡയറക്റ്റ് മെത്തേഡ് എന്ന് പറഞ്ഞാൽ? ഡയറക്റ്റ് മെത്തേഡ് എന്ന് പറഞ്ഞാൽ പ്രോഡക്റ്റ് റൂൾ ആണ്. അപ്പോൾ പ്രോഡക്റ്റ് റൂൾ യൂസ് ചെയ്തുകൊണ്ട് എങ്ങനെ dz/dx കാൽക്കുലേറ്റ് ചെയ്യാം? dz/dx is equal to the product rule first into derivative second, that is e raised to 3x into d/dx of cos 4x plus അടുത്ത് എന്ത് ചെയ്യണം? cos 4x into d/dx of e raised to 3x കാൽക്കുലേറ്റ് ചെയ്യണം. e raised to 3x which is equal to e raised to 3x into cos 4xൻ്റെ ഡെറിവേറ്റീവ് എന്താണ്? മൈനസ് സൈൻ 4x ഇൻറ്റു 4xൻ്റെ ഡെറിവേറ്റീവ് 4 ചെയിൻ റൂള് പ്ലസ് cos 4x ഇൻറ്റു d/dx ഓഫ് e raised to 3x. e raised to 3xൻ്റെ ഡെറിവേറ്റീവ് ആകുമ്പോൾ e raised to 3x ഇൻറ്റു 3 എന്ന് വരും. ദാറ്റ് ഈസ് മൈനസ് 4 e raised to 3x സൈൻ 4x പ്ലസ് 3 e raised to 3x cos 4x എന്ന് കിട്ടും. രണ്ടിൽ നിന്ന് നമുക്ക് e raised to 3x കോമൺ എടുത്താൽ എങ്ങനെ എഴുതാം? e raised to 3x ഇൻറ്റു പോസിറ്റീവ് ടേം ആദ്യം എഴുതി കഴിഞ്ഞാൽ 3 cos 4x മൈനസ് 4 സൈൻ 4x എന്ന് കിട്ടും. ഇതാണ് തന്നിരിക്കുന്ന ഫംഗ്ഷൻ്റെ ഡെറിവേറ്റീവ്. ഇനി നമുക്കിതിനെ കോംപ്ലക്സ് എക്സ്പോണൻസ് യൂസ് ചെയ്തുകൊണ്ട് എങ്ങനെ ചെയ്യാൻ നോക്കാം? ബൈ യൂസിങ് കോംപ്ലക്സ് എക്സ്പോണൻസ്. കോംപ്ലക്സ് എക്സ്പോണൻസ് യൂസ് ചെയ്തുകൊണ്ട് നമ്മളിതിനെ എങ്ങനെ ചെയ്യും? കോംപ്ലക്സ് എക്സ്പോണൻസ് യൂസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ ചെയ്യേണ്ടത് ആദ്യം ഇതിൻ്റെ എക്സ്പോണൻഷ്യൽ ഫോം എന്താണെന്ന് എഴുതണം. അതിന് വേണ്ടിയിട്ട് നമ്മൾ ചെയ്യേണ്ടത് z equal to e raised to 3x cos 4x എന്ന് പറഞ്ഞാൽ ഒരു കോംപ്ലക്സ് നമ്പർ അല്ല തന്നിരിക്കുന്നത്. അപ്പോൾ നമുക്ക് കോംപ്ലക്സ് എക്സ്പോണൻസ് എടുക്കണമെങ്കിൽ തന്നിരിക്കുന്ന നമ്പർ കോംപ്ലക്സ് നമ്പർ ആവണം. അപ്പോൾ നമ്മൾ ചെയ്യേണ്ടത് ഇതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഒരു കോംപ്ലക്സ് നമ്പർ എഴുതുക എന്നുള്ളതാണ്. അപ്പോൾ നമുക്ക് ഇങ്ങനെ എഴുതാം. കൺസിഡർ z is equal to, നമ്മൾ എടുക്കുന്നത് ഇതാണ്, z എന്ന് പറയുന്ന ഒരു കോംപ്ലക്സ് നമ്പർ. കൺസിഡർ z is equal to e raised to 3x into cos 4x പ്ലസ് i sin 4x എന്ന് എടുക്കും. അതായത് തന്നിരിക്കുന്ന ക്വസ്റ്റ്യന് കറസ്പോണ്ടിങ് ആയിട്ട് നമ്മളൊരു കോംപ്ലക്സ് നമ്പറിനെ ചൂസ് ചെയ്യുക. അത് കോസ് ആയാലും സൈൻ ആയാലും അതിന് കറസ്പോണ്ടിങ് ആയിട്ട് രണ്ടും കൂടെ വരുന്ന ഒരു കോംപ്ലക്സ് നമ്പറിനെ ചൂസ് ചെയ്യുക. അപ്പോൾ e raised to 3x sin 2x ആണ് വരുന്നതെങ്കിൽ e raised to 3x into cos 2x plus i sin 2x എന്ന് എടുത്താൽ മതി. അപ്പോൾ ഇതാണ് നമുക്ക് തന്നിരിക്കുന്ന നമ്മൾ എടുത്തിരിക്കുന്ന കോംപ്ലക്സ് നമ്പർ എന്ന് പറയുന്നത് ഇതാണ്. ഇറ്റ് ഇസ് ഈക്വൽ ടു e raised to 3x into cos തീറ്റ പ്ലസ് ഐ സൈൻ തീറ്റ എന്ന് പറഞ്ഞാൽ e raised to i തീറ്റയാണ്. അപ്പോൾ നമുക്ക് ഇതിനെ എങ്ങനെ എഴുതാം? e raised to i ഇൻറ്റു ഇവിടുത്തെ തീറ്റ എന്ന് പറഞ്ഞാൽ എത്രയാണ്? 4x ആണ്. ദാറ്റ് ഈസ് e raised to i 4x എന്ന് എഴുതാം. ഇറ്റ്സ് ഈക്വൽ ടു e raised to രണ്ടിന് എക്സിന് കോമൺ എടുത്തു കഴിഞ്ഞാൽ x ഇൻറ്റു 3 പ്ലസ് 4i എന്ന് കിട്ടും. ദാറ്റ് ഈസ് z is equal to e raised to 3 പ്ലസ് 4i ഇൻറ്റു x എന്ന് കിട്ടും. ആണല്ലോ. ഇനി നമുക്ക് കണ്ടുപിടിക്കേണ്ടത് dz/dx ആണ്. dz/dx is equal to e raised to xൻ്റെ ഡെറിവേറ്റീവ് എന്താണ്? e raised to x തന്നെയാണ്. ദാറ്റ് ഈസ് e raised to 3 പ്ലസ് 4i ഇൻറ്റു എക്സ് ഇൻറ്റു 3 പ്ലസ് 4i എക്സിൻ്റെ ഡെറിവേറ്റീവ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക. ദാറ്റ് ഈസ് 3 പ്ലസ് 4i എന്ന് കിട്ടും. വിച്ച് ഇസ് ഈക്വൽ ടു 3 പ്ലസ് 4i ഇൻറ്റു e raised to 3 പ്ലസ് 4i ഇൻറ്റു എക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കറിയാം z ആണ്. z എന്ന് പറഞ്ഞാൽ എന്താണ്? e raised to 3x ഇൻറ്റു cos 4x പ്ലസ് i sin 4x ആണ്. അത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുത്താൽ e raised to 3x ഇൻറ്റു cos 4x പ്ലസ് i sin 4x എന്ന് കിട്ടും. ഇതിന് ജസ്റ്റ് ഒന്ന് ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്ത് നമ്മളിതിനെ ഒരു കോംപ്ലക്സ് നമ്പറായിട്ട് റിയൽ പാർട്ടും ഇമാജിനറി പാർട്ടും സെപ്പറേറ്റ് ചെയ്തെടുക്കുക. അപ്പോൾ നമുക്ക് e raised to 3xന് അതേ കണക്ക് തന്നെ വെച്ചേക്കാം. ബാക്കി 3 പ്ലസ് 4i കൊണ്ട് ഈ തന്നിരിക്കുന്നതിനെ മൾട്ടിപ്ലൈ ചെയ്യുവാണ്. 3 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ എന്ത് വരും? 3 cos 4x പ്ലസ് 3i sin 4x എന്ന് വരും. ഇനി 4i കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താലോ? 4i cos 4x അടുത്ത വരുന്നത് 4i ഇൻറ്റു i വരും. ദാറ്റ് ഈസ് i സ്ക്വയർ മൈനസ് 1 ആണ്. സോ മൈനസ് 4 sin 4x എന്ന് വരും. വിച്ച് ഇസ് ഈക്വൽ ടു e raised to 3x ഇൻറ്റു ഇതിനകത്ത് നിന്ന് എക്സ് ഇല്ലാത്ത i ഇല്ലാത്ത ടേമുകളും i ഉള്ള ടേമുകളും സെപ്പറേറ്റ് ചെയ്താൽ എന്ത് വരും?
ഐ ഇല്ലാത്ത ടേം എന്ന് പറഞ്ഞാൽ 3 cos 4x മൈനസ് 4 sin 4x ആണ്. അതേപോലെ ഐ ഉള്ള ടേമിൽ നിന്ന് ഐ കോമൺ എടുത്തു കഴിഞ്ഞാൽ വരുന്നത് 3 sin 4x പ്ലസ് 4 cos 4x എന്ന് കിട്ടും. ഇത് നമുക്ക് e raised to 3x കൂടി കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ ഇതെങ്ങനെ വരും? e raised to 3x ഇൻറ്റു രണ്ടിനും കൊടുക്കണം 3 cos 4x മൈനസ് 4 sin 4x പ്ലസ് അടുത്ത ടേം എന്ത് വരും? ഐ ഇൻറ്റു e raised to 3x ഇൻറ്റു 3 sin 4x പ്ലസ് 4 cos 4x എന്ന് കിട്ടും. ഇതൊരു കോംപ്ലക്സ് നമ്പർ അല്ലേ? അപ്പോൾ റൈറ്റ് സൈഡ് ഒരു കോംപ്ലക്സ് നമ്പർ ആയിട്ടുണ്ട്. നമുക്കിതിനെ ഇക്വേഷൻ നമ്പർ 1 എന്ന് കൊടുക്കാം. ഇനി നമ്മുടെ ലെഫ്റ്റ് സൈഡ് എന്ന് പറഞ്ഞാൽ dz/dx ആണ്. അതിനെയും കൂടെ നമുക്കൊരു കോംപ്ലക്സ് നമ്പർ ആക്കി മാറ്റാം. അതെങ്ങനെ കോംപ്ലക്സ് നമ്പർ ആക്കി മാറ്റും? dz/dx is equal to dz/dx എന്ന് പറഞ്ഞാൽ എന്താണ്? d/dx of z ആണ്. z ആരാ? നമുക്കിതിനെ z എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ e raised to 3x ഇൻറ്റു cos 4x പ്ലസ് i sin 4x ആണ്. ഇനി വിച്ച് ഇസ് ഈക്വൽ ടു നമുക്കിങ്ങനെ എഴുതാം, ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്താൽ d/dx ഓഫ് e raised to 3x ഇൻറ്റു cos 4x പ്ലസ് i ഇൻറ്റു e raised to 3x ഇൻറ്റു sin 4x എന്ന് എഴുതാം. ഇനി രണ്ട് ടേമിൻ്റെ ഡെറിവേറ്റീവ് എടുക്കുക എന്ന് പറഞ്ഞാൽ ടേം ബൈ ടേം ഡെറിവേറ്റീവ് എടുത്താൽ പോരെ. ദാറ്റ് ഈസ് d/dx ഓഫ് e raised to 3x ഇൻറ്റു cos 4x പ്ലസ് i ഇൻറ്റു d/dx ഓഫ് e raised to 3x ഇൻറ്റു sin 4x എന്ന് കിട്ടും. ഇതാണ് ലെഫ്റ്റ് സൈഡിനെ നമ്മൾ കോംപ്ലക്സ് നമ്പർ ഫോമിലാക്കി മാറ്റിയാൽ കിട്ടുന്നത്. ഇത് ഇക്വേഷൻ നമ്പർ 2. ഇനി 1ഉം 2ഉം നോക്കിയാൽ രണ്ട് സെയിം എന്നല്ലേ പറഞ്ഞേക്കുന്നത്. അപ്പോൾ 1ഉം 2ഉം സെയിം ആണ് എന്ന് പറഞ്ഞ മീനിങ് എന്താ? രണ്ടിൻ്റെയും റിയൽ പാർട്ട് സെയിം ആവണം, ഇമാജിനറി പാർട്ട് സെയിം ആവണം. അല്ലെങ്കിൽ നമുക്ക് രണ്ടും കൂടെ ഒരുമിച്ച് എഴുതാം. ഫ്രം 1 and 2 1ഉം 2 അനുസരിച്ചിട്ട് നമുക്ക് എങ്ങനെ എഴുതാം? രണ്ടും കൂടെ ഇക്വേറ്റ് ചെയ്ത് കൊടുക്കാൻ പറ്റും. ദാറ്റ് ഈസ് d/dx ഓഫ് ലെഫ്റ്റ് സൈഡ് ഇതാണ് d/dx ഓഫ് e raised to 3x ഇൻറ്റു cos 4x പ്ലസ് i ഇൻറ്റു d/dx ഓഫ് e raised to 3x ഇൻറ്റു sin 4x വിച്ച് ഇസ് ഈക്വൽ ടു ലെഫ്റ്റ് സൈഡ് റൈറ്റ് സൈഡ് ഏതാ? റൈറ്റ് സൈഡ് ഈ കാൽക്കുലേറ്റ് ചെയ്ത് വെച്ചേക്കുന്നതാണ്. ദാറ്റ് ഈസ് വിച്ച് ഇസ് ഈക്വൽ ടു e raised to 3x ഇൻറ്റു 3 cos 4x മൈനസ് 4 sin 4x പ്ലസ് i ഇൻറ്റു e raised to 3x ഇൻറ്റു 3 sin 4x പ്ലസ് 4 cos 4x ഇതാണ് വരുന്നത്. അപ്പോൾ ഇവിടെ ലെഫ്റ്റ് സൈഡിൽ കിടക്കുന്നത് ഒരു കോംപ്ലക്സ് നമ്പറാണ്, റൈറ്റ് സൈഡിൽ കിടക്കുന്നത് ഒരു കോംപ്ലക്സ് നമ്പർ ആണെങ്കിൽ നമുക്ക് എന്ത് പറയാൻ പറ്റും? ഏതാ ലെഫ്റ്റ് സൈഡിൽ കിടക്കുന്ന റിയൽ പാർട്ട്? d/dx ഓഫ് e raised to 3x ഇൻറ്റു cos 4x അതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോഴത്തെ റിയൽ പാർട്ട് ആയിരിക്കും. എന്ന് പറഞ്ഞാൽ ആൻസർ ഏതാ? e raised to 3x ഇൻറ്റു 3 cos 4x മൈനസ് 4 sin 4x. അതേപോലെ ഇമാജിനറി പാർട്ട് ഇക്വേറ്റ് ചെയ്താൽ നമുക്ക് എന്താ കിട്ടുന്നത്? ഈ d/dx ഓഫ് e raised to 3x ഇൻറ്റു sin 4x ഇസ് ഈക്വൽ ടു e raised to 3x ഇൻറ്റു 3 sin 4x പ്ലസ് 4 cos 4x എന്ന് കിട്ടും. അപ്പോൾ ഇവിടെ നിന്ന് നമുക്ക് റിയൽ പാർട്ടും ഇമാജിനറി പാർട്ടും ഇക്വേറ്റ് ചെയ്തുകൊണ്ട് നമുക്ക് രണ്ട് ഡെറിവേറ്റീവ്സിൻ്റെയും വാല്യൂസ് എഴുതാം. റിയൽ പാർട്ടും ഇമാജിനറി പാർട്ടും ഇക്വേറ്റ് ചെയ്താൽ ഇവിടെ നിന്ന് എന്ത് കിട്ടും? ഇക്വേറ്റിംഗ് റിയൽ പാർട്സ് ഓൺ ബോത്ത് സൈഡ്സ് d/dx ഓഫ് e raised to 3x ഇൻറ്റു cos 4x വിച്ച് ഇസ് ഈക്വൽ ടു റൈറ്റ് സൈഡിലെ റിയൽ പാർട്ട് എന്ന് പറഞ്ഞാൽ e raised to 3x ഇൻറ്റു 3 cos 4x മൈനസ് 4 sin 4x ആണ്. ഇതാണ് നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാൻ പറഞ്ഞേക്കുന്നത്. ഫൈൻഡ് ദ d/dx ഓഫ് e raised to 3x ഇൻറ്റു cos 4x. പക്ഷേ ഇത് മാത്രമല്ല ഇവിടെ നിന്ന് കിട്ടുന്നത്. ഇവിടെ നിന്ന് ഇമാജിനറി പാർട്ട് ഇക്വേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കിട്ടും e raised to 3x ഇൻറ്റു sin 4x ഇസ് ഈക്വൽ ടു e raised to 3x ഇൻറ്റു ഇമാജിനറി പാർട്ടാണ് ഇക്വേറ്റ് ചെയ്യുന്നത്. റൈറ്റ് സൈഡിൽ 3 sin 4x പ്ലസ് 4 cos 4x എന്ന് കിട്ടും. ഈ രണ്ട് റിസൾട്ടുകളും കിട്ടും. ഇത് മനസ്സിലാക്കേണ്ട കാര്യം e raised to 3x sin 4x ചോദിച്ചു കഴിഞ്ഞാലും എടുക്കേണ്ട കോംപ്ലക്സ് നമ്പർ സെയിം തന്നെയാണ്. അപ്പോൾ അത് ഇതേപോലെ ചെയ്തെടുക്കാൻ പറ്റും. അടുത്തത് ഒരു ഇൻ്റഗ്രലിൽ ഒരു പ്രോബ്ലം നോക്കാം. ഇവാലുവേറ്റ് ഇൻ്റഗ്രൽ e raised to ax ഇൻറ്റു cos bx dx. ഇത് ഡയറക്റ്റ് മെത്തേഡിൽ എങ്ങനെയാണ് ചെയ്യുന്നത്? ഡയറക്റ്റ് മെത്തേഡ് ചെയ്യണമെങ്കിൽ നമ്മളിത് പഠിച്ചിട്ടുള്ള കാര്യമാണ്. നമ്മളിതിനെ i എന്ന് എഴുതി ചെയ്യണം. i is equal to കാരണം e raised to axൻ്റെയും cos bxൻ്റെയും ഡെറിവേറ്റീവ് ഒരിക്കലും എൻഡ് ചെയ്യില്ല. അങ്ങനെ വരുന്ന കേസിൽ നമ്മൾ i എന്ന് എഴുതിയിട്ട് റൈറ്റ് സൈഡിൽ ഒരു i കൊണ്ടുവരും. എന്നിട്ട് രണ്ടും കൂടെ അറേഞ്ച് ചെയ്താണ് ഇതൊരു വലിയൊരു ഇൻ്റഗ്രലായിട്ട് നമ്മൾ പഠിച്ചിട്ടുണ്ട്. അപ്പോൾ അതിനെ നമുക്ക് കോംപ്ലക്സ് എക്സ്പോണൻസ് യൂസ് ചെയ്ത് എങ്ങനെ എളുപ്പത്തിൽ ചെയ്യാൻ നോക്കാം. അപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ തന്നെയാണ് e raised to ax cos bx വന്നാൽ ഇതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഒരു കോംപ്ലക്സ് നമ്പർ കൺസിഡർ ചെയ്യണം. അപ്പോൾ കൺസിഡർ z is equal to അതായത് ഇതിനകത്ത് കോസ് ആണെങ്കിൽ സൈനും കൂടെ ചേർന്ന് വരുന്ന രീതിയിൽ എടുത്താൽ മതി. കൺസിഡർ z is equal to e raised to ax ഇൻറ്റു cos bx
പ്ലസ് ഐ സൈൻ ബി എക്സ് എന്ന് പറയുന്ന കോംപ്ലക്സ് നമ്പറിനെ കൺസിഡർ ചെയ്യുക. വിച്ച് ഈസ് ഈക്വൽ ടു നമുക്ക് എങ്ങനെ എഴുതാം? ഇ റൈസ് ടു എ എക്സ് ഇൻറ്റു ഇത് കോസ് തീറ്റ പ്ലസ് ഐ സൈൻ തീറ്റ ഫോമിലാണെന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ ഇത് ഇ റൈസ് ടു ഐ തീറ്റയാണ്. ദാറ്റ് ഈസ് ഇ റൈസ് ടു ഐ ബി എക്സ് എന്ന് എഴുതാം. ഇവിടെ നിന്ന് രണ്ടും നമ്മൾ എക്സ് കോമൺ എടുത്താൽ എന്ത് വരും? ഇ റൈസ് ടു എക്സ് ഇൻറ്റു എ പ്ലസ് ഐ ബി എന്ന് കിട്ടും. ആണല്ലോ, ഇതാണ് ഇസഡിൻ്റെ ഫോം. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഇസഡിൻ്റെ ഡെറിവേറ്റീവ് എടുത്ത് നോക്കാം. സോ ഇൻ്റഗ്രൽ ഇസഡ് ഡി എക്സ് ഇസ് ഈക്വൽ ടു ഇസഡ് ഡി എക്സ് എന്ന് പറഞ്ഞാൽ ഏതിൻ്റെ ഡെറിവേറ്റീവ് എടുത്താൽ മതി? ഇൻ്റഗ്രൽ ഇ റൈസ് ടു എ പ്ലസ് ഐ ബി ഇൻറ്റു എക്സ് ഡി എക്സ് ചെയ്താൽ മതി. ഇനി ഇൻ്റഗ്രൽ ഇസഡ് ഡി എക്സ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഇസഡിൻ്റെ ഡെറിവേറ്റീവ്. ഇസഡ് എന്ന് പറഞ്ഞാൽ ഏതാണ്? ഇ റൈസ് ടു എ എക്സ് ഇൻറ്റു ഇവിടെ ഇസഡ് എന്ന് പറഞ്ഞാൽ ഇ റൈസ് ടു എ എക്സ് ഇൻറ്റു കോസ് ബി എക്സ് പ്ലസ് ഐ സൈൻ ബി എക്സ് ആണ് ഇസഡ് എന്ന് പറയുന്നത് ഇൻറ്റു ഡി എക്സ്. ഇറ്റ് ഇസ് ഈക്വൽ ടു ഇതിൻ്റെ ഇൻ്റഗ്രൽ എടുക്കണം. ഇ റൈസ് ടു എക്സിൻ്റെ ഇൻ്റഗ്രൽ എന്ത് തന്നെയാണ്? ഇ റൈസ് ടു എക്സ് തന്നെയാണ്. ദാറ്റ് ഈസ് എ പ്ലസ് ഐ ബി ഇൻറ്റു എക്സ്. എന്നിട്ട് ഇതിൻ്റെ ഡെറിവേറ്റീവ് ആയിട്ടുള്ള എ പ്ലസ് ഐ ബി കൊണ്ട് ഡിവൈഡ് ചെയ്യണം. പ്ലസ് കോൺസ്റ്റൻറ്റ് ഓഫ് ഇൻ്റഗ്രേഷൻ സി എന്ന് കിട്ടും. ഇനി ലെഫ്റ്റ് സൈഡിൽ നമുക്കൊന്ന് അറേഞ്ച് ചെയ്താൽ എങ്ങനെ കിട്ടും? നേരത്തെ ചെയ്തതുപോലെ ലാസ്റ്റ് ഡെറിവേറ്റീവിനെ നമ്മൾ എക്സ്പാൻഡ് ചെയ്തതുപോലെ അവസാനം ഇത് ചെയ്തെടുത്താലും മതി. ഇതിൻ്റെ കൂടെ ചെയ്തു പോകുന്നേ ഉള്ളൂ. ഇറ്റ്സ് ഈക്വൽ ടു ഇൻ്റഗ്രൽ നമ്മൾ ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്താൽ ഒരു ടേം എന്ന് പറഞ്ഞാൽ ഇൻ്റഗ്രൽ ഇ റൈസ് ടു എ എക്സ് ഇൻറ്റു കോസ് ബി എക്സ് ഡി എക്സ് എന്ന് കിട്ടും. പ്ലസ് നെക്സ്റ്റ് ടേം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഐ ഇൻറ്റു ഇൻ്റഗ്രൽ ഇ റൈസ് ടു എ എക്സ് ഇൻറ്റു സൈൻ ബി എക്സ് ഡി എക്സ് എന്ന് കിട്ടും. അതായത് ലെഫ്റ്റ് സൈഡ് കോംപ്ലക്സ് നമ്പറായി സെപ്പറേറ്റ് ആയി കഴിഞ്ഞു. ഇനി നമ്മൾ റൈറ്റ് സൈഡും കൂടി കോംപ്ലക്സ് നമ്പർ ആക്കിയാൽ മതി. വിച്ച് ഇസ് ഈക്വൽ ടു ഇവിടെ കിട്ടിയിരിക്കുന്ന ഫോം എന്ന് പറഞ്ഞാൽ ഇ റൈസ് ടു എ പ്ലസ് ഐ ബി ഇൻറ്റു എക്സ് ബൈ എ പ്ലസ് ഐ ബി ആണ്. നമ്മൾ പഠിച്ചിട്ടുണ്ട് എവിടെ കോംപ്ലക്സ് നമ്പർ ഡിനോമിനേറ്ററിൽ വന്നു കഴിഞ്ഞാലും അതിനെ മാറ്റാൻ വേണ്ടിയിട്ട് അതിൻ്റെ കോഞ്ചുഗേറ്റ് കൊണ്ട് മുകളിലും താഴെ മൾട്ടിപ്ലൈ ചെയ്താൽ മതി. അതുകൊണ്ട് എ പ്ലസ് ഐ ബിയുടെ കോഞ്ചുഗേറ്റ് ആയിട്ടുള്ള എ മൈനസ് ഐ ബി കൊണ്ട് മുകളിലും താഴെ മൾട്ടിപ്ലൈ ചെയ്യുക. അപ്പോൾ എന്ത് വരും? എ മൈനസ് ഐ ബി ഇൻറ്റു ഇ റൈസ് ടു എ പ്ലസ് ഐ ബി ഇൻറ്റു എക്സ് ഡിവൈഡഡ് ബൈ എ മൈനസ് ഐ ബി ഇൻറ്റു അവിടെ ഓൾറെഡി ഒരു എ പ്ലസ് ഐ ബി ഉണ്ട് പ്ലസ് കോൺസ്റ്റൻറ്റ് ഓഫ് ഇൻ്റഗ്രേഷൻ സി എന്ന് കിട്ടും. ഇറ്റ്സ് ഈക്വൽ ടു എ മൈനസ് ഐ ബി ഇൻറ്റു ഈ എ റൈസ് ടു എ പ്ലസ് ഐ ബി എക്സിന് ഇ റൈസ് ടു എ എക്സ് ഇൻറ്റു ഇ റൈസ് ടു ഐ ബി എക്സ് എന്ന് എഴുതാമല്ലോ. ഡിവൈഡഡ് ബൈ എ മൈനസ് ബി ഇൻറ്റു എ പ്ലസ് ബി ആകുമ്പോൾ എ സ്ക്വയർ മൈനസ് ബി സ്ക്വയർ ആണ്. ദാറ്റ് ഈസ് എ സ്ക്വയർ മൈനസ് ഐ ബിയുടെ സ്ക്വയർ. ഐ ബിയുടെ സ്ക്വയർ ആകുമ്പോൾ എന്ത് വരും? ഐ സ്ക്വയർ ബി സ്ക്വയർ വരും. ദാറ്റ് ഈസ് പ്ലസ് ബി സ്ക്വയർ എന്നാവും. പ്ലസ് കോൺസ്റ്റൻറ്റ് ഓഫ് ഇൻ്റഗ്രേഷൻ സി. ഇതിൽ ഐ വരുന്ന ടേമിൽ നിന്നാണ് നമുക്ക് കോംപ്ലക്സ് നമ്പർ വരുന്നത്. അപ്പോൾ ഇതിനകത്ത് കോൺസ്റ്റൻ്റ് ആയിട്ട് ആരൊക്കെ വരും? ഇ റൈസ് ടു എ എക്സും റിയൽ നമ്പറായിട്ട് നിൽക്കും. അതേപോലെ എ സ്ക്വയർ പ്ലസ് ബി സ്ക്വയറും റിയൽ നമ്പറായിട്ട് നിൽക്കും. ബാക്കിയുള്ളതിനെ നമ്മൾ എക്സ്പാൻഡ് ചെയ്തെടുക്കണം. ബാക്കി വരുന്നത് ഏതൊക്കെയാണ്? എ മൈനസ് ഐ ബിയും ഉണ്ട്, ഇ റൈസ് ടു ഐ ബി എക്സും ഉണ്ട്. ഇനി ഇ റൈസ് ടു ഐ ബി എക്സ് എന്താണ്? ഇ റൈസ് ടു ഐ ബി എക്സിനെ നമുക്ക് എഴുതാം കോസ് ബി എക്സ് പ്ലസ് ഐ സൈൻ ബി എക്സ് എന്ന് എഴുതാം. പ്ലസ് കോൺസ്റ്റൻറ്റ് ഓഫ് ഇൻ്റഗ്രേഷൻ സി ഇക്വൽ ടു ഇതെന്ത് വരും? ഇ റൈസ് ടു എ എക്സ് ബൈ എ സ്ക്വയർ പ്ലസ് ബി സ്ക്വയർ. നമ്മൾ എ മൈനസ് ഐ ബി കൊണ്ട് ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്തെടുക്കുക. ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യുമ്പോൾ അത് എ കൊണ്ട് എടുത്തു കഴിഞ്ഞാൽ എ കോസ് ബി എക്സ് പ്ലസ് ഐ ഇൻറ്റു എ സൈൻ ബി എക്സ് എന്ന് വരും. ഇനി അടുത്തത് മൈനസ് ഐ ബി കൊണ്ട് ഓപ്പൺ ചെയ്താൽ മൈനസ് ഐ ബി കോസ് ബി എക്സ്. അതേപോലെ അടുത്ത മൈനസ് ഐയും ഐയും കൂടെ ചേർന്ന് ഐ സ്ക്വയർ മൈനസ് 1 ആയി രണ്ടും കൂടെ ചേർന്ന് പ്ലസ് ആവും. ബി ഇൻറ്റു സൈൻ ബി എക്സ് എന്ന് വരും. പ്ലസ് കോൺസ്റ്റൻറ്റ് ഓഫ് ഇൻ്റഗ്രേഷൻ സിയും കൂടെ വരും. ഇറ്റ്സ് ഈക്വൽ ടു ഇതിനെ അറേഞ്ച് ചെയ്ത് കഴിഞ്ഞാൽ എന്തെന്നാണ് കിട്ടുന്നത്? ഇതിനകത്ത് നമുക്കിനി റിയൽ പാർട്ടും ഇമാജിനറി പാർട്ടും സെപ്പറേറ്റ് ചെയ്തെടുത്താൽ ഇ റൈസ് ടു എ എക്സ് ബൈ എ സ്ക്വയർ പ്ലസ് ബി സ്ക്വയർ. ഇവിടെ റിയൽ പാർട്ട് ഏതൊക്കെയാണ് വരുന്നത്? എ കോസ് ബി എക്സ് ഉണ്ട് പ്ലസ് ബി സൈൻ ബി എക്സ് ഉണ്ട്. പ്ലസ് അടുത്തതിന് രണ്ടിനും ഐ കോമൺ എടുത്തു കഴിഞ്ഞാൽ ഐ ഇൻറ്റു എ സൈൻ ബി എക്സ്. ഇതിലും ഐ ഉണ്ട്, ഇതിനകത്തും ഐ ഉണ്ട്. മൈനസ് ബി കോസ് ബി എക്സ് എന്ന് കിട്ടും. ഇത് ഇത്രയും കൂടെ കോമൺ ആയിട്ടാണ് ഇ റൈസ് ടു എ എക്സ് ഇൻറ്റു എ സ്ക്വയർ പ്ലസ് ബി സ്ക്വയർ പ്ലസ് കോൺസ്റ്റൻറ്റ് ഓഫ് ഇൻ്റഗ്രേഷൻ സി വരും. വിച്ച് ഇസ് ഈക്വൽ ടു ഇ റൈസ് ടു എ എക്സ് ബൈ എ സ്ക്വയർ പ്ലസ് ബി സ്ക്വയർ ഇൻറ്റു അത് രണ്ടിനും കൂടെ കൊടുത്തു കഴിഞ്ഞാൽ എ കോസ് ബി എക്സ് പ്ലസ് ബി സൈൻ ബി എക്സ് ആണ്. പ്ലസ് അടുത്തതിന് കൊടുത്തു കഴിഞ്ഞാൽ ഐ ഇൻറ്റു ഇ റൈസ് ടു എ എക്സ് ബൈ എ സ്ക്വയർ പ്ലസ് ബി സ്ക്വയർ ഇൻറ്റു എ സൈൻ ബി എക്സ് മൈനസ് ബി കോസ് ബി എക്സ് എന്ന് കിട്ടും. വന്നേക്കുന്നത് ഇ റൈസ് ടു എ എക്സ് ബൈ എ സ്ക്വയർ പ്ലസ് ബി സ്ക്വയർ ഇൻറ്റു എ കോസ് ബി എക്സ് പ്ലസ് ബി സൈൻ ബി എക്സ്
പ്ലസ് അടുത്തത് വരുമ്പം ഇ റൈസ് ടു എ എക്സ് ബൈ എ സ്ക്വയർ പ്ലസ് ബി സ്ക്വയർ ഇൻറ്റു എ സൈൻ ബി എക്സ് മൈനസ് ബി കോസ് ബി എക്സ് എന്ന് കിട്ടും. പിന്നെ വരുന്നത് എന്താ, പ്ലസ് കോൺസ്റ്റന്റ് ഓഫ് ഇൻറ്റഗ്രേഷൻ സി അല്ലേ. നമ്മൾ അടുത്ത സ്റ്റെപ്പിൽ എന്താ ചെയ്യാൻ പോകുന്നത്, ഇതിൻ്റെ റിയൽ പാർട്ടും ഇമാജിനറി പാർട്ടും സെപ്പറേറ്റ് ചെയ്യുവാണ്. അപ്പോൾ ഈ കോൺസ്റ്റന്റ് ഓഫ് ഇൻറ്റഗ്രേഷൻ എന്ന് പറഞ്ഞാൽ രണ്ടിനും കൂടി ഉള്ളതാണ്. അതുകൊണ്ട് രണ്ടിനകത്തും നമ്മൾ ആ കോൺസ്റ്റന്റ് ഓഫ് ഇൻറ്റഗ്രേഷൻ കൊടുക്കുക. അപ്പോൾ ഒരെണ്ണത്തിനകത്ത് C1 എന്നും ഒന്നിനകത്ത് C2 എന്നിട്ട് കൊടുത്താൽ മതി. അല്ലെന്നുണ്ടെങ്കിൽ നമുക്ക് ചെയ്യാൻ പറ്റുന്നത് ഇവിടെ ഈ കോൺസ്റ്റന്റ് ഓഫ് ഇൻറ്റഗ്രേഷൻ അതും ഒരു കോംപ്ലക്സ് നമ്പർ അല്ലേ, അതുകൊണ്ട് അതിന് നമുക്ക് വേണമെങ്കിൽ C1 പ്ലസ് IC2 എന്ന് എഴുതാം. ഇപ്പോൾ C1 പ്ലസ് IC2 എന്ന് ചെയ്യാനുള്ള പ്രത്യേകത എന്താ, നമുക്ക് C1 എന്ന് പറയുന്നത് റിയൽ പാർട്ടിനോടൊപ്പവും പോവും, അതേപോലെ ഐയോടൊപ്പം കിടക്കുന്ന C2 ഇമാജിനറി പാർട്ടിൻ്റെ കൂടെയും പോവും. അല്ല ഇങ്ങനെ സെപ്പറേറ്റ് എഴുതണം എന്നില്ല, ലാസ്റ്റ് എഴുതുമ്പം രണ്ട് കോൺസ്റ്റൻ്റ് എന്നുള്ള രീതിയിൽ C1 C2 എന്ന് കൊടുത്താലും മതി. ഇനി എന്ത് ചെയ്ത് കൊടുത്താൽ മതി, ഇതിൻ്റെ റിയൽ പാർട്ടും ഇമാജിനറി പാർട്ടും കൂടെ ഇക്വേറ്റ് ചെയ്യുക. ഇക്വേറ്റിംഗ് റിയൽ ആൻഡ് ഇമാജിനറി പാർട്സ് നമുക്ക് എന്ത് കിട്ടും, റിയൽ പാർട്ട് ഏതായിരുന്നു, റിയൽ പാർട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഇതായിരുന്നു റിയൽ പാർട്ട്, ഇൻ്റഗ്രൽ ഇ റൈസ് ടു എ എക്സ് ഇൻറ്റു കോസ് ബി എക്സ് ആയിരുന്നു. ഇമാജിനറി പാർട്ട് ഇൻ്റഗ്രൽ ഇ റൈസ് ടു എ എക്സ് ഇൻറ്റു സൈൻ ബി എക്സ് ആയിരുന്നു. അപ്പോൾ ഇക്വേറ്റ് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും, സോ ഇക്വേറ്റിംഗ് റിയൽ ആൻഡ് ഇമാജിനറി പാർട്സ് ഇൻ്റഗ്രൽ ഇ റൈസ് ടു എ എക്സ് ഇൻറ്റു കോസ് ബി എക്സ് ഡി എക്സ് ഇസ് ഈക്വൽ ടു റൈറ്റ് സൈഡിലെ റിയൽ പാർട്ടായിട്ടുള്ള ഇ റൈസ് ടു എ എക്സ് ബൈ എ സ്ക്വയർ പ്ലസ് ബി സ്ക്വയർ ഇൻറ്റു എ കോസ് ബി എക്സ് പ്ലസ് ബി സൈൻ ബി എക്സ് എന്ന് കിട്ടും. പ്ലസ് കോൺസ്റ്റന്റ് ഓഫ് ഇൻറ്റഗ്രേഷൻ C1. അതേപോലെ ഇക്വേറ്റിംഗ് ഇമാജിനറി പാർട്ട് ആകുമ്പോൾ എന്താ കിട്ടുന്നത്, ഇ റൈസ് ടു എ എക്സ് ഇൻറ്റു സൈൻ ബി എക്സ് ഡി എക്സ് ഇസ് ഈക്വൽ ടു ഇ റൈസ് ടു എ എക്സ് ബൈ എ സ്ക്വയർ പ്ലസ് ബി സ്ക്വയർ ഇൻറ്റു എ സൈൻ ബി എക്സ് മൈനസ് ബി കോസ് ബി എക്സ് പ്ലസ് കോൺസ്റ്റന്റ് ഓഫ് ഇൻറ്റഗ്രേഷൻ C2 എന്ന് കിട്ടും. ഇതിനകത്ത് നമുക്ക് ക്വസ്റ്റ്യനകത്ത് ഒരൊറ്റ ഇൻറ്റഗ്രലേ ചോദിച്ചിട്ടുള്ളായിരുന്നു, ഇ റൈസ് ടു എ എക്സ് ഇൻറ്റു കോസ് ബി എക്സ്. അതേപോലെ ഇവിടെ നിന്ന് കിട്ടുന്ന അടുത്ത റിസൾട്ടാണ് ഇ റൈസ് ടു എ എക്സ് ഇൻറ്റു സൈൻ ബി എക്സ്. അപ്പോൾ സൈൻ ബി എക്സ് ചോദിച്ചാലും സെയിം രീതിയിൽ ചെയ്യുക. എവിടെ ആയാലും ശ്രദ്ധിക്കേണ്ട കാര്യം, ഡെറിവേറ്റീവ് ആയാലും ഇൻ്റഗ്രൽ ആയാലും ചെയ്യേണ്ടത് തന്നിരിക്കുന്ന ക്വസ്റ്റ്യൻ നോക്കിയിട്ട് അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഒരു കോംപ്ലക്സ് നമ്പർ എഴുതുക, അതിനുശേഷം അതിൻ്റെ എക്സ്പൊണൻഷ്യൽ ഫോം എഴുതുക, എന്നിട്ട് ഡെറിവേറ്റീവ് ആണ് എടുക്കേണ്ടതെങ്കിൽ ഡെറിവേറ്റീവ് എടുക്കുക, ഇൻ്റഗ്രലാണ് എടുക്കേണ്ടതെങ്കിൽ ഇൻ്റഗ്രൽ എടുക്കുക, എന്നിട്ട് രണ്ട് സൈഡിനെയും കോംപ്ലക്സ് നമ്പേഴ്സ് ആക്കി മാറ്റുക. എന്നിട്ട് റിയൽ പാർട്ടും ഇമാജിനറി പാർട്ടും ഇക്വേറ്റ് ചെയ്തെടുത്താൽ മതി.